JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ലെറ്റർ റൈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് ഉള്ള ക്ലാസ്സുകളാണ്. ഇന്നലെ ഞാനൊരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിന്റെ ബാക്കിയാണ്, തുടർച്ചയാണ്. അപ്പോൾ ഈ ക്ലാസ്സും കൃത്യമായിട്ട് നിങ്ങൾ കാണണം. കാരണം ലെറ്റർ റൈറ്റിംഗിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ ലെറ്റർ റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത്. ഇന്നലെ എത്തിച്ചതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് ലെറ്റർ റൈറ്റിംഗ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹെഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. അതായത് ദിസ് ഇൻഫോംസ് ദ റീഡർ വേർ യു wrote the letter and when. അതായത് നിങ്ങൾ എവിടെയാണ് കത്തെഴുതിയത് എന്നും എപ്പോഴാണെന്നും ഇത് വായനക്കാരനെ അറിയിക്കുന്നു. അതാണ് ഹെഡിങ്ങിന്റെ ആദ്യത്തെ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള കാര്യങ്ങൾ. അത് അടുത്ത നമുക്ക് നോക്കാം. ദ വേർ gives the address to which the reader may reply and when gives him the date on which you wrote. അതായത് ഈ എവിടെ വായനക്കാരന്, അതായത് എഴുത്തുകാരന്റെ പൂർണ്ണ തപാൽ വിലാസം ഉണ്ടായിരിക്കണം. അതായത് എവിടെ വായനക്കാരന് മറുപടി നൽകേണ്ട വിലാസം നൽകുന്നു, നിങ്ങൾ എഴുതിയ തീയതിയും നൽകുന്നു. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ദ പൊസിഷൻ ഓഫ് ദ ഹെഡിങ് ഈസ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് ആൻഡ് കോർണർ ഓഫ് ദ ലെറ്റർ. റൈറ്റ് യുവർ അഡ്രസ് എബവ് ആൻഡ് ദ ബിലോ ഇറ്റ്. അതായത് കത്തിന്റെ മുകളിലും ഇടതു മൂലയിലാണ് ഈ തലക്കെട്ടിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വിലാസം മുകളിലും താഴെയുമായിട്ട് എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ലെറ്റർ റൈറ്റിംഗില് ലെറ്ററിന്റെ ഫോം ഉണ്ട്. ആ ഫോം അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതിന് ശേഷം ഇത് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിംഗ് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങൾ എവിടെയാണ് എന്ന ഉദാഹരണമാണ്, എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. നിങ്ങൾ എവിടെയാണ് കത്ത് എഴുതിയതെന്നും എപ്പോഴാണ് എഴുതിയതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇത് വായനക്കാരനെ അതായത് നമ്മളിപ്പോൾ എവിടെയാണ് നിങ്ങൾ കത്ത് എഴുതിയതെന്നും എപ്പോഴാണ് എഴുതിയെന്നും ഇത് വായനക്കാരന് അറിയേണ്ടതായിട്ടുണ്ട്. അത് വായനക്കാരനെ അറിയിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. അപ്പോൾ അതായത് നമ്മുടെ എഴുത്തുകാരന്റെ പൂർണ്ണ തപാൽ വിലാസം ഉണ്ടായിരിക്കണം. അതായത് എവിടെ വായനക്കാരന് മറുപടി നൽകേണ്ട വിലാസം നൽകുന്നു, നിങ്ങൾ എഴുതിയ തീയതിയും അതിനോടൊപ്പം നൽകുന്നു. കൂടാതെ കത്തിന്റെ മുകളില് ഇടത് മൂലയിലാണ് തലക്കെട്ടിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിലാസം മുകളിലും താഴെയുമായിട്ട് എഴുതുക. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിള് 15 അശോക് നഗർ, കാൺപൂർ 208012, ജാനുവരി 10, 2020. അതാണ് അതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഹെഡിങ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഹെഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് ആണ്. ദിസ് ഈസ് ദ യൂഷ്വൽ വേ ഓഫ് ബിഗിനിങ് എ ലെറ്റർ. ദ ഫോം ഓഫ് ബിഗിനിങ് ഓഫ് ഗ്രീറ്റിംഗ് വിൽ depend upon the relation in which you stand to the person to whom you are writing. We no longer put comma after salutation. അതായത് ഈ ഒരു കത്ത് അത് ആരംഭിക്കുന്നതിനുള്ള സാധാരണ ഒരു രീതിയാണ് ഈ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. ആശംസയുടെ തുടക്കത്തിൽ തന്നെ രൂപം നിങ്ങൾ എഴുതുന്ന വ്യക്തിയുമായി നിങ്ങൾ നിലകൊള്ളുന്ന ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. അതായത് നമ്മളിപ്പോൾ ആശംസ ഒക്കെ എഴുതാറുണ്ടെങ്കിൽ ആശംസയുടെ തുടക്കത്തിന്റെ രൂപം എങ്ങനെയാണോ അതെങ്ങനെയാണ്, അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അത് വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ നിലകൊള്ളുന്ന ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. സല്യൂട്ടേഷന് ശേഷം കോമ ഇടുക ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദ സല്യൂട്ടേഷൻ ഷുഡ് ബിഗിൻ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് മാർജിൻ ഓഫ് ദ ഫസ്റ്റ് പേജ് അറ്റ് എ ലോവർ ലെവൽ ദാൻ ദ ഹെഡിങ്. അതായത് ആദ്യ പേജിന്റെ ഇടതുവശത്തെ മാർജിനിൽ നിന്ന് തലക്കെട്ടിനേക്കാൾ താഴ്ന്ന തലത്തിൽ നിന്ന് സല്യൂട്ടേഷൻ ആരംഭിക്കണം. അപ്പോൾ നമ്മൾ ഒരു കത്ത് എഴുതുമ്പോൾ ആരംഭിക്കുമ്പോൾ എന്നുള്ള ഒരു സാധാരണ രീതിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആശംസയുടെ തുടക്കത്തിൽ നമ്മൾ എഴുതുന്ന രൂപമുണ്ടല്ലോ, അത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് അതിനെ ആശ്രയിച്ചിരിക്കും ആ രൂപം ഇരിക്കുന്നത്.
അതുപോലെ തന്നെ സല്യൂട്ടേഷന് ശേഷം കോമ ഇടുകയില്ല. അതുപോലെ തന്നെ ആദ്യ പേജിന്റെ ഇടതുവശത്തെ മാർജിനിൽ നിന്ന് തലക്കെട്ടിനേക്കാൾ താഴ്ന്ന തലത്തിൽ നിന്ന് സല്യൂട്ടേഷൻ ആരംഭിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് മൈ ഡിയർ ഫാദർ, മൈ ഡിയർ ഫ്രണ്ട്, റെസ്പെക്റ്റഡ് സാർ. ഓരോന്നിനും ഓരോ രൂപമുണ്ട്. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നമ്മൾ ആ കത്തെഴുതുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് ബോഡി ഓഫ് ദ ലെറ്റർ, കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ്. അതായത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ റിയൽ കണ്ടന്റ് ഓർ ദ മെസ്സേജ് ഓഫ് ലെറ്റർ. ദ സ്റ്റൈൽ വിച്ച് ഇറ്റ് ഈസ് റിട്ടേൺ വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് ലെറ്റർ you wish to write. The style of the letter to an intimate friend will be entirely different from that of a purely business letter or an official communication. If the letter is long, it should be divided into paragraphs. Always start a new paragraph for a new point. Keep your sentence short with clarity. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബോഡി ഓഫ് ദ ലെറ്റർ, കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഞാൻ പറഞ്ഞുതരാം, അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് കത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന കത്തിന്റെ രൂപത്തെ ആശ്രയിച്ചിരിക്കും അത് എഴുതിയ ശൈലി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എഴുതുന്ന ഒരു കത്തിന്റെ അത് ഏത് തരത്തിലുള്ള കത്താണോ അതിനെ ആശ്രയിച്ചിരിക്കും അത് എഴുതുന്ന ശൈലി എന്ന് പറയുന്നത്. അതായത് ഒരു അടുപ്പമുള്ള സുഹൃത്തിനുള്ള കത്തിന്റെ ശൈലി തികച്ചും ബിസിനസ് കത്തിൽ നിന്നോ ഔദ്യോഗിക ആശയത്തിൽ നിന്നോ തികച്ചും, അത് നിങ്ങൾ പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു അടുപ്പമുള്ള ഒരു സുഹൃത്തിന് നമ്മൾ എഴുതുന്ന ഒരു കത്ത് നമ്മളൊരു ബിസിനസ് ലെറ്ററിൽ നിന്നോ ഔദ്യോഗിക ആശയവിനിമയത്തിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കും. കത്ത് ദൈർഘ്യമേറിയതാണെങ്കിൽ അത് നമ്മൾ എന്നാ ചെയ്യണം? ഖണ്ഡികകളായിട്ട് അത് വിഭജിക്കണം. അത് നമ്മളല്ലാതെ കൂടുതൽ ഒരു ദൈർഘ്യമുള്ള കത്ത് ഒറ്റ പാരഗ്രാഫിലായിട്ട് എഴുതരുത്, അത് ഖണ്ഡികകളായിട്ട് വിഭജിച്ച് എഴുതണം. അതുപോലെ തന്നെ ഒരു പുതിയ പോയിന്റിനായി എല്ലായ്പ്പോഴും ഒരു പുതിയ ഖണ്ഡിക ആരംഭിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വാക്യങ്ങൾ വ്യക്തതയോടെ ചെറുതായി, നമ്മളിപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. അത് ചെറുതായിട്ട്, ഒത്തിരി വലിച്ചു നീട്ടാതെ ചെറുതായിട്ടും എഴുതേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബോഡി ഓഫ് ദ ലെറ്റർ, കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ്. ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് എ ഫ്യൂ ഹിന്റ്സ് ദാറ്റ് അപ്ലൈ ടു ഓൾ ലെറ്റേഴ്സ് ആർ ആസ് ഫോളോസ്. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഡിവൈഡ് യുവർ ലെറ്റർ ഇൻ ടു പാരഗ്രാഫ് 2. മാർക്ക് ചേഞ്ചസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് വിഷയത്തിലെ മാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നതിന് നിങ്ങളുടെ കത്ത് ഖണ്ഡികകളായിട്ട് വിഭജിക്കുക. ഞാൻ ഏറ്റവും മുമ്പ് പറഞ്ഞ തന്നെ നമ്മളിപ്പോ കണ്ണുകളായിട്ട് കത്ത് എഴുതുമ്പോൾ നമുക്ക് വിഷയങ്ങൾ അനുസരിച്ച് അത് പല ഖണ്ഡികളായിട്ട് വിഭജിച്ച് എഴുതണം. അതുപോലെ തന്നെ യൂസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് ആൻഡ് ഷോർട്ട് sentences. Be clear about what you want to say and say it as directly as possible. അതായത് ലളിതവും നേരിട്ടുള്ളതുമായ ഭാഷയും ചെറിയ വാക്യങ്ങളും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി പറയുക, കഴിയുന്നത്ര നേരിട്ട് പറയുക. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത നോക്കാം. ട്രൈ ടു കംപ്ലീറ്റ്. അതായത് തിങ്ക് വാട്ട് യു വാണ്ട് ടു സേ ബിഫോർ യു ബിഗിൻ ടു റൈറ്റ് ആൻഡ് പുട്ട് ഡൗൺ യുവർ പോയിന്റ്സ് ഇൻ സം ലോജിക്കൽ ഓർഡർ. അതായത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതായത് ട്രൈ ടു കംപ്ലീറ്റ്, അതായത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് ചിന്തിക്കുക. ചില ലോജിക്കൽ ക്രമത്തിൽ നിന്ന് നിങ്ങളുടെ പോയിന്റുകൾ രേഖപ്പെടുത്തുക. അതായത് നമ്മളിപ്പോൾ എന്താണ് ഈ തിങ്ക് വാട്ട് യു വാണ്ട് ടു സേ, അതാണ് നിങ്ങൾ എന്താണ് എഴുതാൻ തുടങ്ങുന്നത്. അത് നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം അത് ചില ലോജിക്കൽ ക്രമത്തിൽ നിന്ന് നിങ്ങളുടെ പോയിന്റുകൾ അത് രേഖപ്പെടുത്തുക. ഇതാണ് അടുത്ത പോയിന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്ത പോയിന്റ്, റൈറ്റ് നീറ്റ്ലി. അതായത് നമ്മൾ വൃത്തിയായിട്ട് എഴുതുക. ഡു നോട്ട് ഗീവ് അൺനെസസറി ട്രബിൾ ഇൻ റീഡിങ്. അതായത് വായനയിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അടുത്ത പങ്ക്ച്വേഷൻ. എന്താണ്? വിരാമചിഹ്നം. മൈൻഡ് യുവർ പങ്ക്ച്വേഷൻ. ആ put in commas and semicolons and full stops in their proper places. Incorrect punctuation may
ഓൾട്ടർ ദ ഹോൾ മീനിങ് ഓഫ് സെന്റൻസ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിരാമ ചിഹ്നങ്ങൾ അത് കൃത്യമായിട്ടുള്ള, അത് കോമയാണെങ്കിലും അത് സെമിക്കോളം ആണെങ്കിലും ഫുൾ സ്റ്റോപ്പ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് തന്നെ ശരിയായ സ്ഥലങ്ങളിൽ അത് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കത്തെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെറ്റായ വിരാമ ചിഹ്നം വാക്യത്തിന്റെ മുഴുവൻ അർത്ഥത്തെയും മാറ്റി മറിച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അടുത്ത പോയിന്റ് ഏതാണ്? ദ സബ്സ്ക്രിപ്ഷൻ ഓർ കൺക്ലൂഷൻ ഓർ കോർട്ടിയസ് ലീവ് ടേക്കിംഗ്. അതായത് ഈ അത് എന്താണ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. എ ലെറ്റർ മസ്റ്റ് നോട്ട് എൻഡ് സിംപിളി വിത്ത് ദ റൈറ്റേഴ്സ് നെയിം. അതായത് ഒരു കത്ത് എഴുത്തുകാരന്റെ പേരിൽ മാത്രം അവസാനിപ്പിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദിസ് വുഡ് ലുക്ക് റൂഡ്. ഹെൻസ് ആഫ്റ്റർ കംപ്ലീറ്റ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ലെറ്റർ യു ഷുഡ് റൈറ്റ് എ പൊളൈറ്റ് ലീവ് ടേക്കിംഗ് ഫ്രേസ്. ദ എക്സ്പ്രഷൻ യൂസ്ഡ് മസ്റ്റ് മാച്ച് ദ സല്യൂട്ടേഷൻ ആസ് ഫോർ. അതായത് ഒരു കത്ത് എഴുത്തുകാരന്റെ പേരിൽ മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പരുഷമായി കാണപ്പെടും. അത് പരുഷമായിട്ട്, അതായത് വുഡ് ലുക്ക് റൂഡ്, അതായത് പരുഷമായിട്ട് അത് കാണപ്പെടും. അതിനാൽ കത്തിന്റെ പ്രധാന ഭാഗം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ മര്യാദയുള്ള അവധിയെടുക്കൽ വാക്യം എഴുതണം. യു ഷുഡ് റൈറ്റ് എ പൊളൈറ്റ് ലീവിംഗ് ടേക്ക് ഫ്രേസ്. ഉപയോഗിച്ച പദപ്രയോഗം സല്യൂട്ടേഷനുമായിട്ട് പൊരുത്തപ്പെടുകയും വേണം. ഫാമിലി മെമ്പേഴ്സ്, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, യുവേഴ്സ് ലവിംഗ്ലി. ഫോർ എ ഫ്രണ്ട്, അങ്ങനെ ഫോർ എ ഫ്രണ്ട് ആണ് യുവേഴ്സ് സിൻസിയർലി ഓർ സിൻസിയർലി യുവേഴ്സ് ഓർ യുവേഴ്സ് സിൻസിയർ ഫ്രണ്ട്. ഫോർ അതോറിറ്റീസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഫോർ സ്ട്രേഞ്ചേഴ്സ് യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് കോർഡിയലി. ഫോർ ടീച്ചേഴ്സ് ആൻഡ് സുപ്പീരിയേഴ്സ് യുവേഴ്സ് ഒബീഡിയന്റ്ലി. കണ്ടോ, അത് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യം സബ്സ്ക്രിപ്ഷൻ ഓർ കൺക്ലൂഷൻ ഓർ കോർട്ടിയസ് ലീവ് ടേക്കിംഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്, അവസാനം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇതുണ്ടോ, കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, യുവേഴ്സ് ലവിംഗ്ലി. ഫോർ എ ഫ്രണ്ട് യുവേഴ്സ് സിൻസിയർലി ഓർ സിൻസിയർലി യുവേഴ്സ് ഓർ യുവേഴ്സ് സിൻസിയർ ഫ്രണ്ട്. ഫോർ അതോറിറ്റീസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഫോർ സ്ട്രേഞ്ചേഴ്സ് എങ്ങനെയാണ്? യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് കോർഡിയലി. ഫോർ ടീച്ചേഴ്സ് ആൻഡ് സുപ്പീരിയേഴ്സ് യുവേഴ്സ് ഒബീഡിയന്റ്ലി. കണ്ടോ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കണ്ടോ, കാര്യങ്ങളെല്ലാം കൃത്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് എന്താണ്? അഞ്ചാമത്തെ എന്താണ് വെച്ചാൽ സിഗ്നേച്ചർ ഓർ നെയിം ഓഫ് ദ റൈറ്റർ. ദിസ് മസ്റ്റ് കം ബിലോ ദ സബ്സ്ക്രിപ്ഷൻ. ഫോർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് റൈറ്റ് യുവർ ഫസ്റ്റ് ഓർ പെറ്റ് നെയിം. ഫോർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് റൈറ്റ് യുവർ ഫുൾ നെയിം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത് സബ്സ്ക്രിപ്ഷൻ താഴെ വരണം. അതറിയാലോ, സബ്സ്ക്രിപ്ഷൻ എവിടെ വരണം? താഴെ വരണം. അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആണെങ്കിൽ, അതായത് ഫോർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് റൈറ്റ് യുവർ ഫസ്റ്റ് ഓർ പെറ്റ് നെയിം. അതായത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ആദ്യ അല്ലെങ്കിൽ വളർത്തു പേര് എഴുതുക. ഫോർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് റൈറ്റ് യുവർ ഫുൾ നെയിം. അപരിചിതർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടി നിങ്ങളുടെ മുഴുവൻ പേരും ഇങ്ങനെ എഴുതുക. അത് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. യുവേഴ്സ് സിൻസിയർലി സിഗ്നേച്ചർ KK ഗോപി. അടുത്ത എ ഹ്യൂമൻ ഷുഡ് പ്രിഫിക്സ് ടു ദ നെയിം മിസ് ഓർ മിസ്, MRS ഓർ കുമാരി ഓർ SMD ശ്രീമതി in brackets. MS can be used by a woman who does not wish to be called Miss or Mrs. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീ ബ്രാക്കറ്റിൽ മിസ് അല്ലെങ്കിൽ മിസ്സസ് അല്ലെങ്കിൽ കുമാരി അല്ലെങ്കിൽ ശ്രീമതി എന്ന പേരിന്റെ പ്രിഫിക്സ് നൽകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മിസ് അല്ലെങ്കിൽ മിസ്സസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീക്ക് MS നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ ഉണ്ട്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സിഗ്നേച്ചർ മിസ് RL ഖന്ന. അടുത്തതിലേക്ക് പോവാണ്. അടുത്ത നമുക്ക് ലാസ്റ്റ് ഭാഗമാണ്. എന്താണത്? ദ അഡ്രസ് ഓൺ ദ എൻവലപ്പ് ഓർ സൂപ്പർസ്ക്രിപ്ഷൻ. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ദ അഡ്രസ് ഓൺ ദ എൻവലപ്പ് ഓർ പോസ്റ്റ് കാർഡ് ഷുഡ് ബി റിട്ടൺ ലെജിബിളി ലൈക്ക് ദിസ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന പോലെയാണ്. അത് എങ്ങനെയാണ്? അതായത് കവറിലെ പോസ്റ്റ് കാർഡിലുള്ള വിലാസം ഇതുപോലെ വ്യക്തമായി എഴുതണം. ഈ താഴെ കാണിച്ചിരിക്കുന്ന പോലെ വ്യക്തമായിട്ട് ടു മിസ്റ്റർ SK പട്ടേൽ 101 കസ്തൂർബ ഗാന്ധി മാർഗ് ന്യൂഡൽഹി 110011 എന്നുപോലെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എഴുതണം. യു മസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദ വെൻ യു റൈറ്റ് എ ലെറ്റർ ഇൻ ആൻ
examination paper, you should not write your real name and address. Again, in the examination paper, superscription is avoided as per the last trend. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പരീക്ഷാ പേപ്പറിൽ ഒരു കത്ത് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? നിങ്ങളുടെ യഥാർത്ഥ പേര് എഴുതാണോ വേണ്ടേ? അല്ല, നിങ്ങളുടെ യഥാർത്ഥ പേരും വിലാസവും എഴുതരുതെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറിൽ വീണ്ടും ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് സൂപ്പർസ്ക്രിപ്ഷൻ ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ഓരോ തരത്തിലുള്ള കത്തിനും ലെറ്റർ റൈറ്റിംഗിൽ പ്രധാനമായിട്ടും പാലിക്കേണ്ട ഒരു 6 പോയിന്റ് ഓഫ് ഫോം ഉണ്ട്. അതാണ് ഈ 6 പോയിന്റ് ഓഫ് ഫോം ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഈ 6 പോയിന്റ് ഓഫ് ഫോം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.